കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ഫെബ്രുവരി 25 മുതൽ 14 ദിവസത്തേക്ക് വാഹന നിരോധനം ഏർപ്പെടുത്തും. പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. കട്ടപ്പന ടൗൺ റോഡുകളിൽ കുണ്ടും കുഴിയുമായി യാത്ര ദുർഘടമായിരുന്നു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ ടൗൺ റോഡുകളുടെ നവീകരണത്തിനായി 40 ലക്ഷം രൂപ ഭരണസമിതി അനുവദിക്കുകയും ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, അമർജവാൻ റോഡ്, ടൗൺ ഹാൾ, ബൈപ്പാസ് റോഡ് തുടങ്ങിയ റോഡുകളുടെ നവീകരണം 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ആദ്യഘട്ടമായി പഴയ ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കും. ഫെബ്രുവരി 25 മുതൽ 14 ദിവസത്തേക്ക് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിക്കും. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണത്തിനോടനുബന്ധിച്ച് 14 ദിവസത്തേക്ക് നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ പണി പൂർത്തീകരിക്കുന്നതനുസരിച്ച് ആയിരിക്കും അത് തുറന്നു കൊടുക്കുക. അതിനുശേഷം അമർജവാൻ റോഡും തുറന്ന് കട്ടപ്പനയിൽ നിന്ന് എടശ്ശേരി ജംഗ്ഷൻ ടു പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്ന റോഡും, സഹകരണ ആശുപത്രിയുടെ അവിടെ നിന്നുള്ള റോഡും, ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോകുന്ന റോഡും ഘട്ടം ഘട്ടമായി പണി പൂർത്തീകരിക്കുകയാണ്. 40 ലക്ഷം രൂപയോളം നമ്മൾ ഈ ഇനത്തിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒരു 15 ദിവസം കൊണ്ട് പൂർത്തീകരിക്കത്തക്ക രൂപത്തിലാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ചെയ്താൽ സ്റ്റാൻഡിൽ ഒരിടത്തും വണ്ടി കയറാത്ത സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 15 ദിവസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, ജൂലി റോയ് എന്നിവർ അറിയിച്ചു.